ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. ഞാനിപ്പോൾ ഈ സെഷനിൽ വന്നത് ഇന്നത്തെ കേസ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹയർ സ്റ്റോൺ ഷോപ്പിയുടെ കേസ് ഉണ്ടായിരുന്നു. കോർട്ട് 4D ഐറ്റം നമ്പർ 273 ആയിട്ടാണ് ഇന്ന് കേസ് വിളിച്ചത്. ബിച്ചു കുര്യൻ തോമസ് സാറിൻ്റെ ബെഞ്ചിലായിരുന്നു അതിൻ്റെ ഇന്ന് കേസ് വിളിച്ചത്. ആ കേസ് നാം ഏവർക്കും അറിയാവുന്ന പോലെ CBIക്ക് അന്വേഷണം കൈമാറിയാൽ ബാക്കി സമാന്തര അന്വേഷണങ്ങൾക്ക് പ്രസക്തിയില്ല എന്നുള്ള റിട്ട് പെറ്റീഷൻ ഹയർ സ്റ്റോൺ ഷോപ്പിൽ കൊടുത്തിരുന്നു. അത് നമ്മുടെ മുൻപത്തെ സെഷനിൽ നമ്മൾ അതിനെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBIക്ക് ഇപ്പോൾ ഈ കേസ് അവരുടെ പ്രഥമ ദൃഷ്ടിയിൽ പ്രൈമറി സ്റ്റഡിയിൽ ഇത് ബഡ്സ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്നതല്ല. അതുകൊണ്ട് അവർക്കിപ്പോൾ ആ കേസ് ഹയർ സ്റ്റോൺ ഷോപ്പിയുടെ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ എടുക്കാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം നേരത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ CBI അറിയിച്ചായിരുന്നു. അപ്പം അതുമായിട്ട് ബാക്കിയുള്ള തുടർവാദങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്നിപ്പോൾ കേസ് വിളിച്ചത്. അപ്പോൾ ഇന്ന് എനിക്കിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഫർദർ ഹിയറിങ്സിന് വേണ്ടി ഈ CBIക്ക് കേസ് കൈമാറിയാൽ ബാക്കി സമാന്തര അന്വേഷണങ്ങൾക്ക് പ്രസക്തിയില്ല എന്നുള്ള ഹയർ സ്റ്റോൺ ഷോപ്പിയുടെ റിപ്പറ്റീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി വാദങ്ങൾക്ക് ഇപ്പോൾ കേസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് 6 സെപ്റ്റംബറിലേക്കാണ്. സെപ്റ്റംബർ 6-ാം തീയതിയിലേക്ക് ഇപ്പോൾ അത് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നാം ഏവർക്കും അറിയാവുന്ന പോലെ ഇപ്പോൾ മെനിങ്ങാന്ന് ഹയർ സ്റ്റോൺ ഷോപ്പിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ KD പ്രതാപൻ്റെ ജാമ്യാപേക്ഷയുമായിട്ടുള്ള കേസ് PMLA കോടതിയിലുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ബഹുമാനപ്പെട്ട എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ അവരെ റിപ്രസെൻ്റ് ചെയ്യുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ ഇപ്പോൾ കേസ് ഇൻവെസ്റ്റിഗേഷൻ ഫൈനൽ സ്റ്റേജിലായതുകൊണ്ടും അത് വളരെ ക്രൂഷ്യൽ സ്റ്റേജിൽ ഇരിക്കുന്നത് കൊണ്ടും ഇപ്പോൾ ജാമ്യം ബെയിൽ കൊടുക്കരുത് എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട PMLA കോടതി അത് ശരിവെക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പം എന്തുകൊണ്ടാണ് നിങ്ങൾ ആ റീസൺ അത് പറയുന്നത് അതുമായിട്ടുള്ള ബാക്കിയുള്ള വാദങ്ങൾ സെപ്റ്റംബർ 2-ാം തീയതിയിലേക്ക് ബെയിൽ ആപ്ലിക്കേഷൻ ഇനിയിപ്പോൾ ബഹുമാനപ്പെട്ട PMLA കോടതിയിൽ സെപ്റ്റംബർ 2-ാം തീയതിയിലേക്കാണ് ഇനിയിപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കേസ് അപ്ഡേറ്റും കൂടി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് വരാനിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ തന്നെ ബഡ്സ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് ബഹുമാനപ്പെട്ട കോമ്പറ്റൻ്റ് അതോറിറ്റി വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അത് വീണ്ടും റീപോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിന് കൗണ്ടർ അഫിഡവിറ്റും ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടറിനോട് സർക്കാരിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പബ്ലിക് പ്രോസിക്യൂട്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് 23 ഓഗസ്റ്റിന് മുമ്പായിട്ട് തന്നെ കൗണ്ടർ അഫിഡവിറ്റ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും അതുമായിട്ടുള്ള തുടർവാദം ഓഗസ്റ്റ് 23-ാം തീയതി വരാനിരിക്കുകയാണ്. അങ്ങനെ അടുത്ത വെള്ളിയാഴ്ച ഇരിക്കുകയാണ്. അപ്പോൾ അത് ജസ്റ്റിസ് VG അരുൺ സാറിൻ്റെ ബെഞ്ചിലാണ്. അത് ഞാൻ മുൻപത്തെ സെഷനിൽ അപ്ഡേറ്റ് ചെയ്ത പോലെ തന്നെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ സെഷനിൽ വന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഹയർ സ്റ്റോൺ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് ഇപ്പോൾ എന്തായാലും പല പല കാര്യങ്ങളിൽ പ്രോഗ്രസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ആസ് യൂഷ്വൽ ഞാൻ പറയുന്ന പോലെ എൻ്റെ ഒരു ഫീലിങ്സ് അങ്ങനെയാണ്. പല കാര്യങ്ങളും ഒരു വളരെ അധികം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലായിട്ടാണ് എൻ്റെ ഒരു വീക്ഷണം. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വരുന്ന അടുത്ത ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഓഗസ്റ്റ് 23-നാണ്. ഓഗസ്റ്റ് 23-ന് പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോമ്പറ്റൻ്റ് അതോറിറ്റി ഇവിടെ സ്റ്റെപ്സ് അപ്പോൾ അതുമായിട്ടുള്ള റിപ്പറ്റീഷൻ ഹയർ സ്റ്റോൺ ഷോപ്പിൽ കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർവാദങ്ങൾ ഓഗസ്റ്റ് 23-ന് ഇരിക്കുകയാണ് ജസ്റ്റിസ് VG അരുൺ സാറിൻ്റെ ബെഞ്ചിൽ. അപ്പോൾ അതാണ് ഇനിയിപ്പോൾ അടുത്ത നമുക്ക് വരുന്ന നമ്മൾ വളരെയധികം കാത്തിരിക്കുന്ന ഒരു അപ്ഡേറ്റ്. അപ്പം അത് വളരെയധികം എൻ്റെ ഒരു ഒപ്പീനിയൻ അത് വളരെയധികം ഒരു ക്രൂഷ്യലായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്. ആ ഒരു പ്രൊസീജിയറും ബാക്കിയുള്ള കാര്യങ്ങളും അതുമായിട്ടുള്ള വാദങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുന്നതിനാണ് ഞാനിപ്പോൾ സെഷനിൽ വന്നത്. സോ എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ വൺസ് അഗെയിൻ എല്ലാ മെമ്പേഴ്സിനോടും ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു വെരി മച്ച്. ടേക്ക് കെയർ.